ഇവിടെ നിന്ന് കേൾക്കുകയാണോ അതോ കോടതിയിലോട്ട് നെയ്യാറ്റിൻകരയാണോ പോകുന്നുണ്ടോ? വിധി വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഇഷ്ടപ്പെടുന്നില്ല. വിധി വേറെ അങ്ങനെ ഇതായിട്ട് തോന്നില്ല. വിധി നല്ല രീതിക്ക് നമുക്ക് അനുകൂലമായ നിലപാടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് ആദ്യം അല്പം കേസിൽ ഫസ്റ്റ് തുടക്കം ഒരു അല്പം പാഴിച്ചെങ്കിലും ഉടനെ അത് മാറി. ഒരു ദിവസം കൊണ്ട് തന്നെ ആ കേസിൻ്റെ ഇതെല്ലാം മാറി നല്ല രീതിക്ക് ഇപ്പോൾ ആർഎസ്എൽ സ്റ്റേഷനായാലും ക്രൈംബ്രാഞ്ച് ആയാലും നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല രീതിക്ക് നമുക്ക് അനുകൂലമായ ഞങ്ങൾ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ പേര് പറഞ്ഞപ്പോൾ അതിങ്ങനെ പേര് കൊടുത്തപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഈ കേസിൽ ഒരു വീഴ്ചയും സംഭവിച്ചില്ല. കേസെല്ലാം കറക്റ്റ് 97 പേരെ വിസ്തരിച്ചിട്ടുണ്ട്. ഈ 97 പേരും ഞങ്ങളെ കൊണ്ടല്ലല്ലോ, എല്ലാം ഈ ക്രൈം ബ്രാഞ്ചിൻ്റെയും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാവരെയും സപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങൾ ഈ കേസ് വിജയത്തിലോട്ട് എത്തിച്ചത്. ഞങ്ങൾക്ക് ഈ കേസ് വിധി ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. 3 പേരും ശിക്ഷ കൊടുക്കണം. അത്രയ്ക്ക് മേൽ ദ്രോഹമാണ് മകൻ്റെ അടുത്ത് ചെയ്തത്. അവളും അവളെ അമ്മയും അവളെ പപ്പയും അച്ഛനും കൂടെ, അച്ഛൻ്റെ മാമൻ അവരെ കൂടെ ചേർത്താണ് ഞങ്ങളുടെ കുടുംബത്തിന് തീർത്ത് കളഞ്ഞത്. ഒരു പെൺകുട്ടിയെ ഒരാളിനെ സ്നേഹിച്ചിട്ട് വേണ്ടെങ്കിൽ കൊണ്ട് പരാതി കൊടുക്കാം. ഇന്ന് നിയമങ്ങൾ ഒരുപാടുണ്ട്. ആരെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വിലക്കാം. പക്ഷേ ചെയ്തില്ല. അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നതുകൊണ്ട് അവനെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടെ അവൾ കൊന്നതാണ്. അത് മനഃപൂർവ്വം മോനെ വീട്ടിൽ വിളിച്ചു വരുത്തി അവർ കഷായ ചലഞ്ച് നടത്തി അവിടെ മാരകമായ എന്തോ സാധനം അതിൽ ചേർത്ത് മോനെ കൊടുത്ത് മോനെ കൊന്നുകളഞ്ഞു. ആദ്യഘട്ടത്തിൽ ചെറിയ ഉദാസീനത പാറച്ചാല പോലീസിനെ സംബന്ധിച്ചുണ്ടായി. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നത്. ആ സമയം മുതൽ വളരെ സത്വരമായ അന്വേഷണം നടത്തി ഉടൻ തന്നെ പ്രതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റി. 25-ാം തീയതി ഇവിടെ സംഭവം നടക്കണം, ക്രൈംബ്രാഞ്ച് ഉണ്ടാക്കണം. ഉടനെ ഗവൺമെൻറ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് 3-ൻ്റെ അന്ന് അവരവിടെ ചോദ്യം ചെയ്യാൻ പോകാൻ പറഞ്ഞ് അതവിടെ അകത്തായി. അപ്പം ഉചിതമായ തക്കതായ ശിക്ഷ കിട്ടുമെന്ന് തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ നല്ല പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ഞങ്ങളിന്ന് ജീവിക്കുന്നത്. ഞങ്ങൾ ജീവിക്കുന്നത് ഈ കേസിൻ്റെ ഒരു വഴിക്ക് ഞങ്ങൾക്ക് എത്തണം. അതിനുവേണ്ടിയാണ്, മകന് വേണ്ടിയാണ്. അത്രയ്ക്ക് മേൽ നമ്മൾ സ്നേഹിച്ച ഒരു കുടുംബമാണ്. അച്ഛനും അമ്മയും എല്ലാ മക്കളെയും സ്നേഹിക്കും, ഇല്ലെന്നല്ല, എല്ലാവരും സ്നേഹിക്കും. പക്ഷേ ഞങ്ങളും സ്നേഹിച്ചു. ഞങ്ങൾ അത്രയ്ക്ക് ഫ്രണ്ടായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ വീട്ടിൽ.